ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നമുക്ക് പപ്പായ എല്ലാവർക്കും പരിചിതമായിട്ടുള്ളൊരു ഫ്രൂട്ടാണ്. എല്ലാ വീട്ടുകളിലും ഒരു പപ്പായ മരമെങ്കിലും ഉണ്ടാവും. അത് നമ്മൾ സാധാരണ രീതിയിൽ ഇത് ചെത്തി കഴിക്കുകയാണ് ചെയ്യുന്നത്. ഞാനൊരു വെറൈറ്റി രീതിയിൽ ഇത് കഴിക്കുന്നത് കാണിക്കുകയാണ്. ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ കഴിക്കാം. നല്ലൊരു ടേസ്റ്റാണ്. അതായത് ഉപ്പും മുളക് പൊടിയുടെ ചേർത്ത് നമ്മളിത് കഴിച്ച് കഴിയുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. മാമ്പഴമൊക്കെ നമ്മളങ്ങനെ കഴിക്കാറുണ്ട്. പപ്പായ ആദ്യമായിട്ടാണ് ഇങ്ങനെ കഴിച്ച് നോക്കിയതാണ് വെറുതെ. പക്ഷേ അടിപൊളിയായിട്ട് നല്ലൊരു ടേസ്റ്റാണ്. മധുരവും എരിവും ഉപ്പും എല്ലാം കൂടെ ചേരുമ്പോൾ. അതിനുവേണ്ടി ഞാനിന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കൂടി പരിചയപ്പെടുത്തുകയാണ്. ഈ വേനൽക്കാലത്ത് നമ്മൾ ജ്യൂസ് അടിച്ച് കുടിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിങ്ങനെ ഒന്ന് കഴിച്ച് നോക്കട്ടെ, അന്നേരം നല്ല ടേസ്റ്റാണ്. നമുക്കത് ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം സീഡ് എടുത്ത് കളയാം നമുക്ക്. നമ്മൾ സീഡ് എടുത്ത് കളയുമ്പോൾ അത് നല്ല വൃത്തിയായിട്ട് എടുത്ത് കളയണം, അല്ലെന്നുണ്ടെങ്കിൽ കയ്പ്പ് രസം വരും. നമ്മൾ മാമ്പഴമൊക്കെ ഇങ്ങനെ പൂളി എടുത്തിട്ട് മുളക് പൊടിയും ഉപ്പും ചേർത്ത് കഴിക്കാറുണ്ട്. നമ്മൾ ഇവിടെ ഉത്സവപ്പറമ്പിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ പീസാക്കി കിട്ടുകയും ചെയ്യുന്നുണ്ട്, മുളക് പുരട്ടി. ഞാനും ഇതാദ്യമായിട്ടൊന്ന് കഴിച്ച് നോക്കുകയാണ്. പക്ഷെ നല്ല ടേസ്റ്റ് തോന്നി. അപ്പോൾ അത് നിങ്ങൾക്കൂടെ പരിചയപ്പെടുത്തുകയാണ്. മുളകൊക്കെ അവരവരുടെ എരിവിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. എനിക്ക് ഒരുപാട് എരി ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ചെറുതായിട്ടേ ചേർക്കുന്നുള്ളൂ. പക്ഷേ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ.